ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വാക്കിയിലെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടക്കൽ കേവ്സിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പോകുന്നത് ബാണേശ്വര ഡാമിലേക്കാണ്. ബാണേശ്വര ഡാമിലേക്ക് ഏകദേശം 44 കിലോമീറ്റർ 1 മണിക്കൂറോളം എടുക്കും എടക്കൽ ഗുഹയെ നിങ്ങെത്താൻ വേണ്ടി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബാണേശ്വര ഡാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. ഏഷ്യയിലെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണേശ്വര സാഗർ ഡാം. ഡാമിലേക്കുള്ള എൻട്രൻസ് ഫീ 40 രൂപയാണ് ഒരാൾക്ക്. ചിൽഡ്രൻസിനാണെങ്കിൽ അത് 20 രൂപയാവും. പാർക്കിങ്ങിന് സെപ്പറേറ്റ് ആണ്. കാറിന് 40ഉം ബൈക്കിന് 20ഉം അങ്ങനെയാണ് പാർക്കിംഗ് ഫീ ആയിട്ട് വരുന്നത്. എൻട്രൻസിനോട് ചേർന്ന് തന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട് കേട്ടോ. വളരെ നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഹൊറർ ഹൗസ്, റോളർ ബോള്, ബമ്പർ കാർ, അങ്ങനെ കുറേ ഷൂട്ടിങ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയൊരു ഗാർഡനൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മായാവി ലുട്ടാപ്പിയും ഒക്കെ ചേർന്നുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ നടക്കമുണ്ട് ഡാമിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്ക് അത്രയും നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ KSEBയുടെ സൈഡിൽ നമുക്ക് വാൻ അവൈലബിൾ ആണ്. വൺ സൈഡിലേക്ക് അവർക്ക് 15 രൂപയും 2 സൈഡിലേക്ക് 25 രൂപയാണ് വാന് ചാർജ് ചെയ്യുന്നത്. വാനൊക്കെ പോകുന്നത് വേറൊരു റൂട്ട് വഴിയാണ്. നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ ഈ റോഡ് വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. നടന്നു പോകുന്നവർക്ക് എളുപ്പമുള്ള വഴി ഇതാണ് കേട്ടോ. നല്ല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ കുട്ടികളുണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്തേക്ക്. നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ടൈമാണ് ഇവിടെ എത്തിയത്. വാന് വേറൊരു റൂട്ടിലൂടെയാണ് പോകുന്നത്. അവിടെ അവർ നമ്മളെ ടോപ്പ് വരെ എത്തിക്കും. 1 സൈഡ് ആണെങ്കിൽ ടോപ്പ്, 2 സൈഡ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പിക്കപ്പ് ചെയ്ത് താഴെ എത്തിക്കും. ഇവിടെയാണ് നമ്മുടെ ഡാമിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സിപ്പ് ലൈന്, ബോട്ടിങ്, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ തന്നെ റെസ്റ്റ് റൂം കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ നമ്മൾ മുമ്പ് പറഞ്ഞ വാന്. അവരിവിടെ വരെ നമ്മളെ എത്തിക്കും. തിരിച്ച് നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നമുക്ക് ഇവിടുന്ന് ഇനി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ബോട്ടിങ് ബാക്കി കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോൾ പോകുന്നത് ബോട്ടിങ്ങിലേക്കാണ്. പക്ഷേ ടൈം ഏകദേശം ക്ലോസ് ആവുന്ന ടൈമായി. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയി. ഡാമിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാനേശ്വര ഹിൽസും കാറ്റാടിക്കുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൾക്കാർക്ക് പോകാറുള്ളതാണ്. നമ്മൾ നടന്നു വന്നപ്പോൾ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പാമ്പുകളുടെ ശല്യമുണ്ട്, സൂക്ഷിക്കണമെന്ന്. ആ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഡാം കാണാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഫ്രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കസിൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന പുള്ളിക്കാരനായിരുന്നു. ബോട്ടിംഗ് മെയിനായിട്ട് മോർണിംഗ് 9 to ഈവനിങ് 5 o'clock വരെയാണ് കാണാറുള്ളത്. ബോട്ടിങ്ങിൽ തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കയാക്കിങ്, സ്പീഡ് ബോട്ടിങ്, സാധാരണ നോർമൽ ബോട്ടിങ്, പെഡൽ ബോട്ടിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഈ ഡാം ഒരു ടൂറിസ്റ്റ് ഡാമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീൻ്റെ ഒക്കെ മെയിൻ ബുക്കിംഗ് കൗണ്ടറൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലോസ്ഡ് ആയി. നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കയാക്കിങ്ങിൻ്റെയും പെഡൽ ബോട്ടിങ്ങിൻ്റെ ഒക്കെ പ്രൈസൊക്കെ സെപ്പറേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടിനൊക്കെ 1000 rupees-ആണ് 5 പേർക്ക് പറയുന്നത്. നോർമൽ ബോട്ടിങ്ങിനാണെങ്കിൽ, പോണ്ടി ബോട്ടിങ് ആണെങ്കിൽ 2000 രൂപയാണ്. 20 പേർക്കാണ് കേട്ടോ. അതായത് ആൾക്കാരനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ റേറ്റിൽ ചിലപ്പം വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള റേറ്റാണ് ഇത്. ഞങ്ങൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ബോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഐലൻഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. പണ്ട് ഇതൊരു പഞ്ചായത്താണ്. തെരുവോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തായിരുന്നു കേട്ടോ ഇത്. പിന്നീടാണ് ഡാമിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വന്നത്. ഈ ഡാമിനെ എർത്ത് ഡാം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷട്ടർ അങ്ങനെയുള്ള മെയിൻ കടകൾ മാത്രമാണ് കോൺക്രീറ്റിൽ തീർത്തത്. ബാക്കിയെല്ലാം എർത്താണ്, മണ്ണിൽ തന്നെയാണ്. നമുക്ക് ബോട്ടിങ്ങിന് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കാണുന്ന സിപ്പ് ലൈനാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെയാണ്. പോയി 2 സൈഡുണ്ട്, പോയി തിരിച്ച് വരികയും ചെയ്യും കേട്ടോ. ബാനേശ്വര സാഗർ ഡാമിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി മെയിനായിട്ട് ബസ് റൂട്ട് അവൈലബിൾ ആണ്. പടിഞ്ഞാറത്തറ ജംഗ്ഷൻ വരെ ബസ് അവൈലബിൾ ആണ്. പിന്നെ അവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ ഡാമിലേക്ക് വരാൻ വേണ്ടി. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വെച്ചാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അത് ഏകദേശം 97 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ എയർപോർട്ടും ഏകദേശം അത്ര തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടുന്ന് തിരിച്ച് അതേ വഴി തന്നെ നമുക്ക് നടന്നു പോകാനുള്ളത്. താഴെ ചെന്നൊരു ഫോട്ടോഷൂട്ട് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വയനാട് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് ഇറങ്ങി കാണുമ്പോൾ ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ചെറിയൊരു ഫെസ്റ്റ് അവിടെ നടത്തുന്നുണ്ടായത്. അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ആട് കയറിയിട്ട് കുരുങ്ങി നാട്ടിലെല്ലാം കൂടെ അതിനെ ഇളക്കി വെളിയിൽ ഇറക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പടിഞ്ഞാറത്തറയിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്റർ ഉണ്ടായി നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്ക്. വരുന്ന വഴി തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വൈത്തിരിക്ക് അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ചെയിൻ ട്രീ ഒക്കെ കണ്ടു. ഞങ്ങളങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നിലമ്പൂരെത്തി. നിലമ്പൂരായിരുന്നു നമ്മുടെ കാറ് കൊടുക്കാനുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം നല്ല ലേറ്റായി. നമുക്ക് പോകേണ്ട ബസ് മിസ്സായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വണ്ടിക്ക് കൈ കാണിച്ചു. ഒന്നും നിർത്തുന്നില്ലായിരുന്നു. അവസാനം ചുമ്മാ ഒരു ലൈലാൻഡ് വണ്ടിക്ക് കൈ കാണിച്ചതാണ്. പുള്ളിക്കാരൻ വണ്ടി നിർത്തി. ഞങ്ങൾ ഒത്തിരി ഹെൽപ്പായി ഞങ്ങൾക്കത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ സൈനിങ് ഓഫ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.